പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സഭ വിശുദ്ധ അമ്മ ത്രേസ്യ, ആവിലായിലെ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആചരിക്കുകയാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റിക് സെയിൻറ്റ്, മിസ്റ്റിക് വിശുദ്ധ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് അമ്മ ത്രേസ്യ എന്ന് നമുക്കറിയാം. യേശുവിൻ്റെ ദർശനങ്ങൾ കൂടെ കൂടെ ലഭിക്കുകയും യേശുവിനോട് കൂടെ കൂടെ സംസാരിക്കുകയും പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ ലഭിക്കുകയും അങ്ങനെ ആധ്യാത്മികതയുടെ ഉത്തുംഗ സീമകളിലേക്ക് കടന്നു വന്ന വലിയ ഒരു വ്യക്തിയാണ് അമ്മ ത്രേസ്യ. സ്പെയിനിലെ ആവിലായിൽ 16-ാം നൂറ്റാണ്ടിൽ ജനിച്ച് കർമ്മലീത്ത സന്യാസിനിയായി തീരുകയും സഭാചരിത്രത്തിൽ വലിയ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. കർമ്മലീത്ത സഭയുടെ നവീകരണം നടത്തി OCD, ഡിസ്കാൾസ്ഡ് കാർമലൈറ്റ്സ് എന്ന രീതിയിൽ കർമ്മലീത്ത സഭയുടെ പൂർവികമായ തപശ്ചര്യയിലേക്കും നിയമ അനുഷ്ഠാനത്തിലേക്കുമെല്ലാം സഭയെ നവീകരിക്കാൻ ഈശോ തന്നെ ആവശ്യപ്പെട്ടിട്ട് അതിനുവേണ്ടി ഭഗീരഥ യത്നം നടത്തുകയും അതിനുവേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത് അങ്ങനെ കർമ്മലീത്ത സഭയുടെ നവീകരണം വരുത്തുക. ഒപ്പം കുരിശിലെ വിശുദ്ധ യോഹന്നാൻ, സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസുമായിട്ട് ചേർന്ന പുരുഷന്മാരുടെ കർമ്മലീത്ത സഭയിലെ മാറ്റങ്ങൾ, നവീകരണങ്ങൾ വരുത്തുകയും അങ്ങനെ സഭാ ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. ഈ വലിയ വിശുദ്ധയുടെ ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ സാഫല്യമാക്കുവാനായിട്ട് ഈ അമ്മയുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുബലിയിൽ ഭക്തിയോടെ പങ്കുചേരാം. ഇന്നത്തെ ബലിയിൽ മേരി ജോൺ ഇരിയങ്ങലത്ത് 38-ാം ജന്മദിനത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുന്നു. ഒപ്പം നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരർ ആൻ്റണി കുരിശിങ്കൽ, സിഗ്ബർട്ട് ഡിക്കോത്തോ, ജോസഫ് എഡ്വേർഡ് ഡിക്കോത്തോ, ചാലിയച്ചൻ വീട്ടിൽ ജോൺ ആൻ്റണി, കാട്ടുപറമ്പിൽ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ സകലർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം സകല മാലാഖമാരുടെയും മാധ്യസ്ഥ്യവും നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
പ്രാർത്ഥിക്കാം. ദൈവമേ, പുണ്യപൂർണതയ്ക്ക് ആവശ്യമായ മാർഗം സഭയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ അങ്ങേ ആത്മാവ് വഴി യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യയെ അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ സ്വർഗീയ പ്രബോധനങ്ങളുടെ അനുഭവത്താൽ സദാ പരിപോഷിതരാകാനും യഥാർത്ഥ വിശുദ്ധിക്കായുള്ള ആഗ്രഹം ഉജ്ജ്വലിപ്പിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കായി എഫേസോസിലേക്കുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചതിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടുമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാലാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭിവിഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. കിന്നരം മീട്ടി കർത്താവിനെ സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യാഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു അരുളി ചെയ്തു, ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു.
എന്തെന്നാൽ അവർ അവരെ കൊന്നു, നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്, ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്കറിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. അതെ, ഞാൻ പറയുന്നു, ഈ തലമുറയോട് അത് ആവശ്യപ്പെടും. നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അതിൻ്റെ അകത്ത് പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് പോകവേ നിയമജ്ഞരും ഫരീസയരും കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ആദ്യത്തെ വായനയിൽ പൗലോസ്ലീഹ എഫേസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. തൻ്റെ മുൻപിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കുവാൻ ലോകസ്ഥാപനം മുൻപേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മെ ഓരോരുത്തരെയും ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് തൻ്റെ മുൻപിൽ പരിശുദ്ധരായിരിക്കാനും നിഷ്കളങ്കരായിരിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ ജീവിത വിശുദ്ധി എന്നത് നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ വലിയ കടമയാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്മ ത്രേസ്യ പുണ്യവതി നമുക്ക് കാട്ടിത്തരുന്ന അതിസുന്ദരമായ മാതൃകത വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള നീണ്ട യത്നം, അഭ്യന്തര ഹാർമ്യം, ദ ഇൻറ്റീരിയർ കാസൽ എന്ന അമ്മ ത്രേസ്യയുടെ വിഖ്യാതമായ പുസ്തകം നമ്മുടെയൊക്കെ വീടുകളിൽ അവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. വിശുദ്ധി എന്നത് ആത്മാവിനെ ഡയമണ്ട് കൊണ്ടുള്ള ഒരു കൊട്ടാരമായിട്ടാണ് കാണുക, കാസൽ. ആ കൊട്ടാരത്തിൻ്റെ 7 നിലകളുള്ള കൊട്ടാരം. ആ 7 നിലകളിലൂടെ പ്രവേശിച്ചാണ് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക്, പുണ്യപരിപൂർണതയിലേക്ക് എത്തുന്നത്. ആദ്യത്തെ 3 സ്റ്റേജ്, 1, 2, 3 എന്ന് പറയുന്ന സ്റ്റേജുകൾ പോസിറ്റീവ് സ്റ്റേജസ് ആണ്. വിശുദ്ധീകരിക്കും, പ്രാർത്ഥനയിലൂടെ കടന്ന് പാപങ്ങളിൽ നിന്നൊക്കെ അകന്നുള്ള സ്റ്റേജസ് ആണ്. അതിനുശേഷം 4ഉം 5ഉം സ്റ്റേജസ് എന്ന് പറയുന്നത് ഇലൂമിനേറ്റീവ് സ്റ്റേജസ് ആണ്. പിന്നെ നമ്മൾ ധ്യാനാത്മകമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടക്കുകയും അങ്ങനെ നമ്മൾ കൂടുതൽ പ്രകാശിതരാവുകയും 6ഉം 7ഉം നിലകൾ എന്ന് പറയുന്നത് യൂണിറ്റീവ് സ്റ്റേജസ് ആണ്. അവിടെ ദൈവമായിട്ട് നമ്മൾ പൂർണ്ണമായ ഐക്യം പ്രാപിക്കുന്നു. ദ സ്പിരിച്വൽ മാരേജ്, ആത്മീയ വിവാഹമെന്നാണ് അമ്മ ത്രേസ്യ പുണ്യവതി അത് വിശേഷിപ്പിക്കുക. നമ്മുടെ ആത്മാവ് ദൈവമായിട്ട് പൂർണ്ണമായി സംയോജിച്ചു തീരുന്ന ഒരു നിർവ്വാണത്തിൻ്റെ അനുഭവം. ഈ ഒരു രീതിയിൽ വിശുദ്ധിയിൽ അനുദിനം വളരുവാൻ നാം പരിശ്രമിക്കുക. ഈ വിശുദ്ധിയുടെ തലത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ വിശുദ്ധിയുടെ 6 അയൽപക്കത്ത് പോലും എത്തിയിട്ടില്ലെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കുകയും കൂടുതൽ പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയിൽ വളരുവാനായിട്ട് അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയ സഹോദരരെ, ഈ സ്നേഹബലി അർപ്പിക്കുന്ന നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും മറ്റെല്ലാ സഭാ നേതാക്കന്മാരെയും വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥ്യം വഴി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാതൃകയും മാധ്യസ്ഥ്യവും വഴി വിശുദ്ധിയുടെ സോപാനങ്ങളിലേക്ക് വളരുവാനും അങ്ങയുടെ തിരുമുമ്പിൽ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജന്മദിനം ആഘോഷിക്കുന്ന മേരി ജോണിനെയും ഐശ്വര്യ തെരേസയെയും വലിയ വീട്ടിൽ ജോസഫിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ മക്കൾക്ക് അങ്ങ് നൽകിയ സ്നേഹത്തിന് നന്ദി പറയുന്നു.
ഇനിയും അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരർ ആന്റണി സിഗ്ബർഡിക്കോത്തോ, ജോസഫ് എഡ്വേർഡിക്കോത്തോ, ജോൺ ആന്റണി, കാട്ടുപറമ്പിൽ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ സഹോദരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുഖ ദർശന ദീപ്തി നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കണമേ. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാവിധ തടസ്സങ്ങളും പ്രതിസന്ധികളും നീക്കി അങ്ങയുടെ കാരുണ്യത്താൽ സമൃദ്ധമായ പണി ലഭിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളെ കൊറോണ രോഗബാധയിൽ നിന്നും മറ്റെല്ലാ തിന്മകളിൽ നിന്നും കാത്തുപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ശക്തമായ മാധ്യസ്ഥ്യം വഴി പുണ്യ പരിപൂർണതയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടുകൊള്ളണമേ. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി കാരുണ്യവാനായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമേ, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അർപ്പണ ശുശ്രൂഷ അങ്ങേക്ക് വളരെയേറെ പ്രീതികരമായതുപോലെ ഞങ്ങളുടെ ഈ കാണിക്കകളും അങ്ങേ മഹിമയ്ക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവീസ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങയുടെ വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണല്ലോ. അങ്ങനെ മനുഷ്യ പ്രകൃതിയെ ആദിമ കൃപാവര പദവിയിലേക്ക് അങ്ങ് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് ഇഹത്തിൽ തന്നെ അങ്ങ് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അവിരാമം
ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുനാഥന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും
വൈദിക ഗണത്തോടും സന്യാസികളോടും വിശ്വാസികളോടുമൊത്ത് അങ്ങയുടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെ, അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതിയായ വിശുദ്ധ അമ്മ തെരേസ്യയോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശുനാഥനെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് പരമമായ ആരാധന നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്കും പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവം സ്നേഹപിതാവാണ്. വിശുദ്ധിയിലേക്ക് നമ്മെ വിളിച്ച ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് അങ്ങയുടെ സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ും
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുനാഥൻ്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്കൊരു സ്തോത്രഗീതം ആലപിക്കാം. ും
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സ്വർഗീയ അപ്പത്താൽ അങ്ങ് പരിപോഷിപ്പിച്ച ഞങ്ങളോട് അങ്ങേ കുടുംബത്തോടുള്ള വിധേയത്വം പാലിക്കുവാൻ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാതൃകയാൽ അങ്ങേ കാരുണ്യം അനവരതം പാടിപ്പുകഴ്ത്താനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. so